ന്യൂ പ്രഭു സൈക്കിൾ കമ്പനി പയ്യന്നൂർ. പയ്യന്നൂരിലെ ഏറ്റവും പഴക്കവും പരിചയമുള്ള സൈക്കിൾ വ്യാപാര കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് കമ്പനികളുടെ ഏറ്റവും പുതിയ മോഡൽ സൈക്കിളുകൾ ലഭ്യമാണ്. കിഡ്സ്, ലേഡീസ്, ജെൻസ് റൈഡിംഗ് ഇലക്ട്രിക് സൈക്കിളുകൾ, റീറ്റെയിൽ, റിപ്പയറിംഗ്, റീഫിറ്റിംഗ്, ഉത്തരവാദിത്ത സർവീസ്. ന്യൂ പ്രഭൂസ് സൈക്കിൾ കമ്പനി പയ്യന്നൂർ. ഷോറൂം കണ്ടോത്ത്. ആകാശത്ത് ഗരുഡന്മാർ വട്ടമിട്ട് പറന്നു. ചന്ദ്രൻ ഉച്ചസ്ഥായിയിൽ പെരുമാൾ ഗോപുരത്തിനും മുകളിൽ വന്നപ്പോൾ പയ്യന്നൂർ പെരുമാൾക്ക് ബ്രഹ്മ കലശത്തിനുള്ള ആചാര്യവരണം നടന്നു. ക്ഷേത്രം ഊരാളന്മാരും അച്ഛനും ഭാരവാഹികളും ക്ഷേത്രേശന്മാരും ശ്രീകോവിലിന് മുന്നിലെത്തി പ്രാർത്ഥിച്ചു നിന്നു. തന്ത്രി തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കർമ്മജ്ഞർ നമസ്കാര മണ്ഡപത്തിൽ തിരിതെളിച്ചു. തറ്റെടുത്ത് തന്ത്രികൾക്ക് ആടകളുമായി നിന്ന താഴക്കാട്ടുമന പ്രതിനിധികളോടും ഊരാളന്മാരോടും കലശത്തിന്റെ വിശേഷം തന്ത്രി ഉപദേഷ്ടാവായ കൊട്ടാരം ശിവരാമൻ നമ്പൂതിരിപ്പാട് ഓതിക്കൊടുത്തു. തുടർന്ന് പൂജാർപ്പണം നടത്തി മുഖ്യ കാർമ്മികനും പരിവാരങ്ങളും ശ്രീകോവിലിന് പ്രദക്ഷിണം നടത്തി. അതിനുശേഷം തന്ത്രി പൂജ ശുദ്ധി കർമ്മങ്ങൾ സമാരംഭിച്ചതോടുകൂടി കലശത്തിന് തിരിതെളിഞ്ഞു. കൂടെ കയ്യിൽ പിടിച്ചു. നവീകരണ കലശം ചെയ്യാണ്. അപ്പോൾ നവീകരണ കലശം എന്നുള്ളതുകൊണ്ട് ഈശ്വരൻ ഒരു ശക്തി പ്രപഞ്ചം മുഴുവനും സൂര്യപ്രകാശത്തിൽ വൈദ്യുതി എന്ന പോലെ അടങ്ങിയിരിക്കുന്നുണ്ട്. അത് നമുക്ക് സൂര്യപ്രകാശത്തിലെ വൈദ്യുതി നമുക്ക് കാണാൻ പറ്റില്ല. വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജവും യാന്ത്രികോർജ്ജവും താപോർജ്ജവും ഒക്കെ ആക്കി മാറ്റുന്നത് പോലെ ഏകം സത്ത് വിപ്രാഹ ബഹുധാവതന്തി, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അത് അറിവുള്ളവർ അതിനെ പലതായിട്ട് അനുഭവിക്കാം, അതിനെ പലതാക്കി മാറ്റാം എന്ന് പറയുകയാണ്. ഈ പലതാക്കി മാറ്റുമ്പോൾ കാണാൻ പറ്റും, അതിന് രൂപം ഉണ്ടാവും, ഭാവം ഉണ്ടാവും, പക്ഷെ അത് നശിക്കുന്നത് നമുക്കറിയുമെങ്കിലും ഈശ്വരനെ ഇതുപോലുള്ള ആരാധനകൾ ചെയ്യാൻ നമ്മൾ ഒരു ഗുരുവിനെ വരിക്കണം. അത് വരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവിനെ വരിച്ചാലേ നമുക്ക് എന്തുള്ളൂ, നമുക്ക് ദൈവാധീനം ഉണ്ടാവുള്ളൂ എന്ന് പറയും. ദൈവാധീനം ജഗത്സർവം മന്ത്രാധീനം ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണേഭ്യോ നമോ. ഈ ജഗത്ത് ദൈവാധീനത്തിലെ ദിശ നമുക്ക് പഠിക്കാം.
വെച്ചാൽ അത് ഉപയോഗിക്കാന്ന് വെച്ചാൽ അതായത് ആരംഭത്തിൽ തന്നെ ആചാര്യവരണം, ആചാര്യനെ വരിക്കുക. അതായത് നമ്മൾ ദേവാലയത്തിൽ ദേവൻ്റെ ചൈതന്യത്തിന് ആ പവർ നമ്മൾക്ക് സൂക്ഷ്മമായിട്ട് കാണുന്ന ഈ സാന്നിധ്യം ബിംബത്തിൽ കൂടിയാണ് നമ്മൾക്ക് പുറത്തേക്ക് പ്രതിഫലിച്ച് കിട്ടുന്നത്. ആ പ്രതിഫലനം നമുക്ക് സാന്നിധ്യത്തിന് കുറച്ച് കുറവ് വരുന്നുണ്ടോ, എന്തെങ്കിലും ഈ 12 വർഷം കൊണ്ട് നമ്മുടെ കർമ്മ അശുദ്ധിയായിട്ടോ കർമ്മത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ ആചാര്യന്മാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ രക്ഷകന്മാരിൽ നിന്നോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പ്രായശ്ചിത്തമായിട്ടാണ് നമ്മളിങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. അതിൽ പ്രഥമമായിട്ട് ആ ബ്രഹ്മകലശത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ ആചാര്യനെ വരിക്കലാണ്. ആചാര്യൻ എന്ന് പറഞ്ഞാൽ തന്ത്രീശ്വരനാണ്. തന്ത്രിയാണ് പ്രധാന അധികാരി. നമ്മുടെ ദേവാലയത്തിൻ്റെ സമുദായി തഥാ തന്ത്രി തന്ത്രി ശാന്തികർത്താജ ദേവന, ഇങ്ങനെ ഓരോ അവകാശികൾ ഒരു ദേവാലയത്തിലുണ്ട്. അതായത് എല്ലാവരും ചേർന്നാൽ മാത്രമേ ഒരു ദേവാലയം ആവുമല്ലോ. അതായത് സമുദായി തഥാ തന്ത്രി ശാന്തികർത്താജ ദേവല പൗരാണികോ നർത്തകശ്ച ഗായകോ വാദ്യവാദക മാലാകാര ശോധകശ്ച കാരകശ്ചത്ര കീർത്തിത. ഇത്രയും ആൾക്കാരാണ് ഈ ദേവാലയത്തിൽ. അതെല്ലാം നമ്മുടെ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉണ്ട്. അതിൻ്റെ ചടങ്ങുകളും വളരെ ഭക്തി ശ്രദ്ധയോടുകൂടി നമ്മൾ ഓരോ ആചാരങ്ങളും ഈ പയ്യന്നൂരിലെ കൃത്യമായി നടത്തുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അതിൽ ഇന്ന് ആചാര്യവരണം നമ്മൾ ചെയ്തു. ആചാര്യനെ വരിക്കലാണ്. അതായത് നമ്മൾ ഈ ബ്രഹ്മകലശം നടത്തിക്കാൻ നമ്മൾ നമ്മുടെ തടനല്ലൂർ എല്ലാവർക്കും അറിയുന്നതാണ്, ലോകപ്രസിദ്ധമാണ്. ആ തന്ത്രീശ്വരനാണ് നമ്മൾ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിനാണ് നമ്മൾ ആചാര്യവരണം എന്ന് പറയുന്നത്.